കാരണം നമ്മുടെ ഇന്റർവ്യൂ തന്നെ ലാലേട്ടൻ പറയണ്ടായി, ഞാനിവിടെ ഉണ്ട്, വിജയമോഹൻ ഇവിടെ ഉണ്ടാവും, നല്ലൊരു കേസ് വന്നു കഴിഞ്ഞാൽ വീണ്ടും വരുന്ന പറയണ്ടായി. ഇപ്പം ആ വിജയമോഹൻ്റെ ആദ്യത്തെ കേസ് വലിയൊരു വിജയമായിരിക്കുകയാണ്, നേരിട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു കേസിൽ അയാൾ രക്ഷപ്പെട്ടു പോയി. അങ്ങനെ ഇപ്പം പറയാൻ പറ്റില്ലല്ലോ, ഞാനല്ലല്ലോ അത് തീരുമാനിക്കുന്നത്. തീർച്ചയായിട്ടും വീണ്ടും അത്തരത്തിലൊരു കഥ ഉണ്ടാകണം, ഒരു നല്ല കേസ്. അങ്ങനെ അതിനൊരു പാർട്ട് 2 എന്നുള്ള രീതിയിലുള്ള ഒരു സിനിമയെന്ന് ദൃശ്യം പോലും ഒരു പാർട്ട് 2 ഉണ്ടാകുന്നതാണ്. അപ്പം അത് ഇതൊരു സ്ഥിരം പരിപാടിയാക്കാനൊന്നും അതിപ്പോൾ പറയാൻ പറ്റില്ല. ലെറ്റ് ഹാപ്പൻ. ഇത് സംഭവിച്ചാണല്ലോ, ഇങ്ങനെ സിനിമ ഉണ്ടായതാണല്ലോ. ഇനി അടുത്ത് വരുന്നതിന് വലിയൊരു കേസ് ആയിട്ട് വരാൻ സാധിക്കട്ടെ അത് നമുക്ക് പ്രാർത്ഥിക്കാം. എന്തായാലും ഞാൻ ബോംബെയിൽ ഉണ്ടായിരുന്നു, ഞാനൊരു മീറ്റിങ്ങിന് അവിടെയൊക്കെ ഭയങ്കരമായിട്ട് ന്യൂസ് ചെന്നു. അപ്പോൾ എന്നോട് ചെന്നപ്പോഴൊക്കെ എല്ലാവരും ഭയങ്കരമായിട്ട് കൺഗ്രാജുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. മേ ബി താല്പര്യമുള്ളവർ പ്രൊഡ്യൂസറെ കോണ്ടാക്ട് ചെയ്തിട്ട് അദ്ദേഹത്തെ ഞാനല്ലേ ഏൽപ്പിച്ചിട്ടുണ്ട്. എനിക്ക് എന്റെ പിള്ളേരുണ്ടടാ എന്നാണ് അന്ന് ലാലേട്ടൻ പറഞ്ഞത് ഫാൻസ് മീറ്റിൽ. ആ പിള്ളേർക്ക് അപ്പുറം പ്രേക്ഷകരും മുട്ടും തെളിയിച്ചിരിക്കുന്ന ഈ സിനിമയെന്ന് നമുക്ക് പറയാൻ കഴിയും. അത് 25 വർഷത്തെ ഒരു എന്താ പറയുന്നത്, ഒരു നിങ്ങളുടെ ഒരു ഫാൻസ് അസോസിയേഷൻ്റെ എല്ലാവരും ഉള്ള ഒരു ഗ്യാതറിംഗാണ്. ഈ സിനിമയായിട്ട് കണക്റ്റഡ് അല്ല, ഒരുപാട് സിനിമയുടെ പുറകെ സഞ്ചരിച്ച ആൾക്കാരാണ്. 25 വർഷം എന്ന് പറയുന്നത് വലിയൊരു. പിന്നെ എനിക്ക് എൻ്റെ പിള്ളേരുണ്ടടാ എന്ന് പറയുന്നത് തെറ്റൊന്നുമില്ലല്ലോ. നമ്മൾ അവകാശവാദം എന്ന് പറയുന്നില്ല, അതൊരു മൊമെന്റിൽ അവരുമായിട്ട് സംസാരിച്ചാണ്. നല്ല സിനിമയുടെ കൂടെ പ്രേക്ഷകർ ഉണ്ടാകുമെന്ന് തെളിയിക്കപ്പെട്ട ഒരു സിനിമയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ സിനിമ മാത്രമല്ല, എല്ലാ നല്ല സിനിമകൾക്കും പ്രേക്ഷകരുണ്ടാകണം, എല്ലാവർക്കും നല്ല പിള്ളേരുണ്ടാകണം എന്ന് ഡയലോഗുണ്ട്, മേൽക്കോടതി ഉണ്ടെന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതാണ് ഞങ്ങൾക്ക് സെക്കൻഡ് പാർട്ടിനുള്ള ഒരു ആഗ്രഹം വീണ്ടും വീണ്ടും വരുന്നത്. സെക്കൻഡ് പാർട്ട് ഇന്നെ വിചാരിക്കാം. എന്തായാലും മേൽക്കോടതിയിൽ ഞാൻ മേൽക്കോടതിയിൽ മൂവ് ചെയ്യുന്നുണ്ട്, ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. മേൽക്കോടതിയിലേക്ക് ഞാൻ പോകുന്നുണ്ട്, അവിടെ വിജയമോഹൻ വരും, ആര് വരും നമുക്ക് നോക്കാം. എന്തായാലും നേരത്തെ ജഗദീശേട്ടൻ പറഞ്ഞല്ലോ, ഒരു സൂപ്പർ സ്റ്റാർ വന്ന് നിസ്സായനായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ, അത് പ്രേക്ഷകൻ എങ്ങനെ ഉൾക്കൊള്ളുമെന്ന് യഥാർത്ഥത്തിൽ നോക്കാൻ നേരത്ത് എന്താണെന്നൊരു എന്തായിരിക്കുമെന്നൊരു ആശങ്കയുണ്ടാവും. പക്ഷെ നേരെ മറിച്ച് സ്ക്രീനിൽ കണ്ടപ്പോൾ സട്ടിലായിട്ട് പല ക്യാരക്ടറും പിന്നെ അണ്ടർപ്ലേ ചെയ്യുന്ന ഒരു ലാലേട്ടനെയാണ് കണ്ടത്. ഇനി റിപ്പീറ്റ് വാച്ചുകളായിട്ട് കാണാൻ നേരത്ത് പോലും ലാലേട്ടൻ അതിൻ്റെ അകത്ത് പറഞ്ഞു വെക്കുന്ന ഇല്ലെങ്കിൽ മാരസം കൊണ്ട് തീർക്കുന്ന പല സംഗതികളും പിന്നീട് കാണുമ്പോൾ പിന്നീട് മനസ്സിലാവുന്ന തരത്തിൽ തോന്നാറുണ്ട്. അപ്പം അത് എങ്ങനെയായിരുന്നു ഒരു ആക്ടർ എന്ന നിലയിൽ, ഒരു സൂപ്പർ സ്റ്റാർ എന്ന നിലയിൽ ആ ജഡ്ജ്മെന്റ് ചെയ്തത്? സൂപ്പർ സ്റ്റാർ എന്നുള്ള രീതിയിലൊന്നും നമുക്ക് അഭിനയിക്കാൻ പറ്റത്തില്ല. ഒരു ആക്ടർ ആ ശങ്ക ഉണ്ടായിരുന്നില്ല, അതാണ് ആ ശങ്ക. അങ്ങനെയല്ല, ആ കഥാപാത്രത്തിന് അനുയോജ്യമായ ഒരു എന്താ പറയണ്ട, ആ സാഹചര്യത്തിൽ അയാൾ എങ്ങനെ പെരുമാറും, അങ്ങനെയാണ് ഒരു ആക്ടർ ഉണ്ടാകുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ അയാൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നുള്ളതാണ്. അപ്പം അത് ഇത് നമ്മൾ ചെയ്യുന്നത് ശരിയാണോ ഇല്ലയോ എന്ന് തീരുമാനിക്കാൻ ക്യാമറയുടെ പുറകിൽ ഒരാളുണ്ട്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. ഇതിന് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അത് വളരെ ഒരു ലിമിറ്റഡ് സ്പേസിനുള്ളിൽ ഒരുപാട് ഒരു ക്ലസ്ട്രോഫോബിക് ഫീലിങ്ങിലാണല്ലോ ആ സിനിമ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് ആ പ്രേക്ഷകരിലേക്ക് എത്തിക്കാതിരിക്കുക എന്നുള്ളത് വലിയൊരു ചലഞ്ചാണ്. അപ്പോൾ അതിൽ അവകാശവാദമൊന്നുമില്ല. ഇതെങ്ങനെയാണ് അഭിനയിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ കഥാപാത്രവും അതിൻ്റെ കൂടെയുള്ള കഥാപാത്രങ്ങളും ആ സീനും ഒക്കെയാണ് ഒരു ആക്ടർ എലിവേറ്റ് ചെയ്യുന്നത്. നല്ല റോളുകൾ കിട്ടുക എന്ന് പറയുന്നത്, അത് നല്ല ആൾക്കാരുമായിട്ട് അഭിനയിക്കാൻ സാധിക്കുന്നത് ഒരു ആക്ടറെ സംബന്ധിച്ചുള്ള ഭാഗ്യമാണ്. ഇതൊരിക്കൽ കൂടെ തിരിച്ച സിനിമയായിട്ട് ഞാൻ നേരിടുകയാണ്. ഓക്കെ, ലാസ്റ്റ് വൺ മോർ ക്വസ്റ്റ്യൻ, അതോടെ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ലാസ്റ്റ് ഒരു